ഇന്ത്യ ഗേറ്റ്, വീരരുടെ ഓർമ്മയിൽ ഉയർന്ന ചരിത്രത്തിന്റെ കവാടം. ഡൽഹിയുടെ വിശാലമായ രാജ്പഥിലൂടെ ഒരു തണുത്ത പ്രഭാതം പതുക്കെ ഉണരുകയായിരുന്നു. സൂര്യന്റെ ആദ്യ കിരണങ്ങൾ മഞ്ഞുമൂടിയ വായുവിലൂടെ പതിഞ്ഞ് ഒരു മഹത്തായ സ്മാരകത്തിന്റെ മേൽ സ്വർണ്ണ നിറം ചാർത്തി. അവിടെ എത്തുന്ന ഓരോരുത്തരും ആദ്യം അതിന്റെ ഭംഗി നോക്കും. എന്നാൽ ആ ഭംഗിക്ക് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നത് ആയിരക്കണക്കിന് വീരരുടെ കഥകളാണ്. ആ കല്ലുകളിൽ കൊത്തിവെച്ച ഓരോ പേരിനും പിന്നിലും ഒരു കുടുംബത്തിന്റെ കണ്ണീരും ഒരു രാജ്യത്തിന്റെ അഭിമാനവും ഒരു യോദ്ധാവിന്റെ അവസാന ശ്വാസവുമുണ്ട്. 1914 ലോകം ആദ്യ ലോക മഹായുദ്ധത്തിന്റെ തീയിൽ കത്തുകയായിരുന്നു. അന്നത്തെ ഇന്ത്യ ബ്രിട്ടീഷ് ഭരണത്തിലായിരുന്നു. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനു വേണ്ടി ലക്ഷക്കണക്കിന് ഇന്ത്യൻ സൈനികർ യൂറോപ്പിലേക്കും ആഫ്രിക്കയിലേക്കും മധ്യപൂർവ്വ ദേശങ്ങളിലേക്കും യുദ്ധത്തിനായി അയക്കപ്പെട്ടു. അവരിൽ പലരും സ്വന്തം നാടിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയല്ല, മറ്റൊരു രാജ്യത്തിന്റെ യുദ്ധത്തിനു വേണ്ടിയായിരുന്നു പോരാടിയത്. എന്നിരുന്നാലും അവരുടെ ധൈര്യത്തിനും ത്യാഗത്തിനും അതിരുകളില്ലായിരുന്നു. മഞ്ഞുമൂടിയ ഫ്രാൻസിലെ യുദ്ധഭൂമികളിലും മരുഭൂമിയുടെ ചൂടിലും കാടുകളിലും അവർ തങ്ങളുടെ സ്വന്തം ജീവൻ പണയം വെച്ചു. പലരും തിരികെ വന്നില്ല. യുദ്ധം അവസാനിച്ചപ്പോൾ ആയിരക്കണക്കിന് ഇന്ത്യൻ സൈനികരുടെ ബലിയർപ്പണം എന്നും ഓർമ്മിക്കപ്പെടണം എന്ന ആശയം ഉയർന്നു. അതിനായി ബ്രിട്ടീഷ് സർക്കാർ ഒരു മഹത്തായ യുദ്ധസ്മാരകം നിർമ്മിക്കാൻ തീരുമാനിച്ചു. ആ ചുമതല ലോകപ്രശസ്ത വാസ്തുശില്പിയായ സർ എഡ്വിൻ ലുട്ടിൻസിനായിരുന്നു. ഡൽഹിയുടെ ഹൃദയഭാഗത്ത് എല്ലാവർക്കും കാണാൻ കഴിയുന്ന സ്ഥലത്ത് അദ്ദേഹം ഒരു വലിയ കവാടം നിർമ്മിച്ചു. 1921 ഫെബ്രുവരി 10 ആയിരക്കണക്കിന് ആളുകൾ ഡൽഹിയിൽ ഒത്തുകൂടി. ബ്രിട്ടീഷ് രാജകുടുംബാംഗമായ ഡ്യൂക്ക് ഓഫ് കോൺനോട്ട് ഇന്ത്യ ഗേറ്റിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ചു. ഓരോ ശില്പിയും ഓരോ തൊഴിലാളിയും അവർ നിർമ്മിക്കുന്നത് ഒരു കെട്ടിടമല്ലെന്നും ചരിത്രമാണെന്നും മനസ്സിലാക്കിയിരുന്നു. 1931 ഇന്ത്യ ഗേറ്റ് പൂർണ്ണമായി. ഏകദേശം 42 മീറ്റർ ഉയരമുള്ള ആ സ്മാരകം ചുവപ്പും ഇളം മഞ്ഞയും കലർന്ന മൺകല്ലുകൾ ഉപയോഗിച്ചാണ് നിർമ്മിച്ചത്. അതിൻ്റെ ഭിത്തികളിൽ 13,000-ലധികം ഇന്ത്യൻ ബ്രിട്ടീഷ് സൈനികരുടെ പേരുകൾ കൊത്തിവെച്ചു. മുകളിൽ വലിയ അക്ഷരങ്ങളിൽ എഴുതിയിരുന്നു: 1947 ഇന്ത്യ സ്വാതന്ത്ര്യം നേടി. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ ഓർമ്മയ്ക്കായി പണിത സ്മാരകം പിന്നീട് ഇന്ത്യയുടെ സ്വന്തം ദേശീയ അഭിമാനത്തിന്റെ പ്രതീകമായി മാറി. കാലം മാറിയപ്പോൾ ഇന്ത്യ ഗേറ്റിന്റെ അർത്ഥവും മാറി. പിന്നീട് അത് ഒരു സാമ്രാജ്യത്തിന്റെ സ്മാരകമായിട്ടല്ല, രാജ്യത്തിനു വേണ്ടി ജീവൻ നൽകിയ എല്ലാ ഇന്ത്യൻ സൈനികരുടെയും ആദ്യ സൂചകമായി അത് മാറി. അമർ ജവാൻ ജ്യോതി. 1971 ഇന്ത്യൻ പാകിസ്ഥാൻ യുദ്ധത്തിൽ ഇന്ത്യ വിജയിച്ച ശേഷം 1972 ഇന്ത്യ ഗേറ്റിന്റെ താഴെ അമർ ജവാൻ ജ്യോതി സ്ഥാപിക്കപ്പെട്ടു. കറുത്ത മാർബിളിൽ നിർമ്മിച്ച ആ സ്മാരകത്തിന്റെ നടുവിൽ എന്നും അണയാത്ത ജ്വാല കത്തിക്കൊണ്ടിരുന്നു. ഒരു സൈനികൻ മരിച്ചാലും അവന്റെ ത്യാഗം ഒരിക്കലും മറക്കില്ല എന്നൊരു സന്ദേശം ആ ജ്വാലയിലുണ്ട്. പതിറ്റാണ്ടുകളോളം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള നേതാക്കൾ ദേശീയ ദിനങ്ങളിൽ ഇവിടെ എത്തി പുഷ്പചക്രം സമർപ്പിച്ചു. 2019 ഇന്ത്യ ഗേറ്റിന് സമീപം ദേശീയ യുദ്ധസ്മാരകം ഉദ്ഘാടനം ചെയ്തു. സ്വാതന്ത്ര്യാനന്തര കാലത്ത് ജീവൻ ബലിയർപ്പിച്ച ഇന്ത്യൻ സൈനികരുടെ പേരുകൾ അവിടെ രേഖപ്പെടുത്തി. തുടർന്ന് ഔദ്യോഗിക അനുസ്മരണ ചടങ്ങുകൾ അവിടേക്കാണ് മാറ്റിയത്. ഡൽഹിയുടെ ആകാശത്തേക്ക് അഭിമാനത്തോടെ ഉയർന്നു നിൽക്കുന്ന ആ കവാടം ഇന്നും ഇന്ത്യക്കാർക്കൊരു അഭിമാനം തന്നെയാണ്.